പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകമെന്ന ബാലസാഹിത്യ നോവലിലെ 21-ാമത്തെ അധ്യായം. ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം, അധ്യായം 21. അപ്പുവിനെയും ഏട്ടനെയും കൊതിപ്പിച്ചുകൊണ്ട് കുട്ടേട്ടൻ്റെ കടയിലെ സ്ഫടികഭരണിയിൽ ലോസഞ്ചർ മിഠായി ഉണ്ടാവും. തിന്നാലും മതിയാവില്ല. മഞ്ഞയും ഓറഞ്ചും 2 നിറങ്ങളിലാണ് ലോസഞ്ചർ മിഠായികൾ. രണ്ടിനും ഒരേ സ്വാദാണ്. ഒരണയ്ക്ക് 10 മിഠായി കിട്ടും. 5 എണ്ണം ഏട്ടന്, 5 എണ്ണം അപ്പുവിന്. ഏട്ടന് ക്ഷമ കുറവാണ്. മിഠായി വായിലിട്ട് കറുമുറ കടിച്ചു തിന്നും. അപ്പു അങ്ങനെയല്ല. ഒരു ലോസഞ്ചർ എടുത്തു വായിലിടും. അലിയിപ്പിച്ച് ഒരു ചെറിയ ചില്ലിൻ്റെ കഷ്ണം പോലെ ചെറുതായി വരുമ്പോൾ മാത്രം കടിച്ചു തിന്നും. പിന്നെ അടുത്ത മിഠായി വായിലിടും. 5 ലോസഞ്ചറും കടിച്ചു തിന്ന് ഏട്ടൻ അപ്പുവിൻ്റെ പിന്നാലെ നടക്കും. ഒരു ലോസഞ്ചർ താടാ. സ്വൈരം തരണ്ടേ? അപ്പുവിൻ്റെ വീതത്തിൽ നിന്ന് 1 ഏട്ടന് കൊടുക്കും. ഇപ്പോഴെന്തായി? ഏട്ടന് 6 ലോസഞ്ചർ, അപ്പുവിന് 4. പോട്ടെ, സാരല്ല. ഏട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരെണ്ണ ഉണ്ടാക്കുന്നതെന്ന് അപ്പുവിന് അസലായിട്ടറിയാം. അമ്മ സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കുന്ന കാശിൽ നിന്ന് ഇസ്കിയിട്ടാണ് ഏട്ടൻ ലോസഞ്ചർ മേടിക്കാനുള്ള ഒരെണ്ണം സമ്പാദിക്കുന്നത്. പഞ്ചസാരയ്ക്കും ചായപ്പൊടിക്കും പരിപ്പിനുമൊക്കെ വില ഇത്തിരി കൂട്ടി പറയും ഏട്ടൻ. ഏട്ടന് അരക്കൊല്ല പരീക്ഷയ്ക്ക് കണക്കിന് 100-ൽ 85 മാർക്കാണത്രേ. കൂട്ടാനും കുറയ്ക്കാനും നല്ല മിടുക്കനാണ് ഏട്ടൻ. എന്താ അമ്മേ, ഈ കുട്ടൻ്റെ കടയിൽ എല്ലാറ്റിനും വില കൂടുതലാ. അമ്മ മുത്തശ്ശിയോട് പരാതി പറയുന്നത് കേൾക്കാം. മുത്തശ്ശൻ്റെ 2ാമത്തെ പെങ്ങളുടെ മകളുടെ മകനാണത്രേ കുട്ടേട്ടൻ. കുട്ടേട്ടന് 4 കാശ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണത്രേ അമ്മ കുട്ടേട്ടൻ്റെ കടയിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങുന്നത്. മുണ്ടിയെ തുണ കൂട്ടി ഒറ്റപ്പാലത്ത് പോയി 1 മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങിക്കൊണ്ടുവരാമെന്നാണ് അമ്മ പറയുന്നത്. ദേവു, അത് വേണ്ട. നിൻ്റെ അച്ഛന് ഇഷ്ടാവില്ല. കഷ്ടപ്പാടാണ് പാവം കുട്ടന്. കഞ്ഞി കുടിച്ചു പോയിക്കോട്ടെ. റേഷൻ കാർഡ് പ്രകാരം 4 റാത്തൽ പഞ്ചസാരയുണ്ട് അപ്പുവിൻ്റെ വീട്ടിലേക്ക്. അത്രയും കിട്ടിയാൽ തന്നെ 2 നേരം ചായ വെക്കാൻ തികയില്ലത്രേ. അമ്മ കാണാതെ ഭരണിയിൽ നിന്ന് പഞ്ചസാര കട്ടെടുത്ത് വെള്ളം കലക്കി കുടിക്കുന്ന സ്വഭാവമുണ്ട് അപ്പുവിനും ഏട്ടനും. വെണ്ണയോ നെയ്യോ കട്ട് തിന്നാലും അത്രയും ദേഷ്യം വരില്ല അമ്മയ്ക്ക്. കാശ് കൊടുത്താലും സാധനം കിട്ടാനില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് റേഷൻ കടയിൽ പഞ്ചസാര വരുന്നത്. ആരെങ്കിലും പറഞ്ഞറിയുമ്പോഴേക്കും തീരുകയും ചെയ്യും. കൃഷിയുള്ളതുകൊണ്ട് അപ്പുവിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിൽ അരിയോ മണ്ണെണ്ണയോ ഗോതമ്പോ കിട്ടില്ല. പൂരത്തിൻ്റെ ആളുണ്ടാവും സദാസമയവും റേഷൻ കടയിൽ. റേഷൻ കടയിൽ കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടി കൊടുത്താലേ പുറത്തുള്ള കടകളിൽ നിന്ന് അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും കിട്ടൂ. ഗോതമ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അരിയും മണ്ണെണ്ണയും വാങ്ങുന്ന ആൾക്കാർ ഗോതമ്പും വാങ്ങണം റേഷൻ കടയിൽ നിന്ന്. അല്ലാതെ റേഷൻ കടക്കാരൻ ശേഖരമേനോൻ സമ്മതിക്കില്ലത്രേ. കുട്ടേട്ടൻ്റെ കടയിൽ പോകുമ്പോഴൊക്കെ ശേഖരമേനോൻ്റെ ചാട്ടവും കളിയും ചാടിക്കടിക്കലും അപ്പു കാണാറുണ്ട്. അയാളെ പേടിയാണ് അരി വാങ്ങാൻ വരുന്ന പാവങ്ങൾക്ക്. എപ്പോഴും തിക്കും തിരക്കും ബഹളവുമാണ് കടയുടെ മുമ്പിൽ. ചേന്തനും മുണ്ടിക്കും ഗോതമ്പ് ഇഷ്ടമല്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് അങ്ങനെ തന്നെ മുണ്ടി അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതിൻ്റെ കാശ് അമ്മ മുണ്ടിക്ക് കൊടുക്കും. ഗോതമ്പ് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് അമ്മിയിലരച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് ഗോതമ്പട ഉണ്ടാക്കും അമ്മ. ഗോതമ്പടയ്ക്ക് നല്ല സ്വാദാണ്. അതല്ലെങ്കിൽ ആട്ടുകല്ലിൽ അരച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കും. ഉള്ളിച്ചമ്മന്തി കൂട്ടി ആ ദോശ തിന്നാൻ രസമാണ്. ഗോതമ്പ് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കുഴച്ച് ഉരുളയാക്കി പപ്പടം പോലെ പരത്തി ദോശക്കല്ലിൽ ചുട്ടെടുക്കുമെന്ന് അച്ഛൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. എന്തോ ഒരു പേര് പറയുന്നത് കേട്ടു അച്ഛൻ. ചപ്പാത്തി. അത് തന്നെ, ചപ്പാത്തി. അച്ഛന് ഇഷ്ടമാണത്രേ ചപ്പാത്തി. മദിരാശിയിൽ ചപ്പാത്തി കിട്ടും. ചപ്പാത്തിയും കോഴിയിറച്ചിയും, ചപ്പാത്തിയും കോഴിമുട്ടക്കറിയും, ചപ്പാത്തിയും പരിപ്പ് കറിയും. അങ്ങനെയാണത്രേ ചപ്പാത്തി തിന്നേണ്ടത്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന അപ്പുനായർക്ക് എന്നും രാത്രി ചപ്പാത്തിയാണത്രേ. അയാളുടെ മരുമകൻ രാമകൃഷ്ണനാണ് അപ്പുവിനോട് പറഞ്ഞത്. ഞാൻ തിന്നില്ല കേട്ടോ റബ്ബർ പോലത്തെ ആ സാധനം. പട്ടാളത്തിൽ 3 നേരവും ചപ്പാത്തി കിട്ടുമത്രേ. ശനിയാഴ്ച ദിവസം അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരിക്കലാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ പിന്നെ രാത്രി പലഹാരം. അരി കൊണ്ടുണ്ടാക്കുന്നത് ഒന്നും പാടില്ല. ഗോതമ്പടയോ ഗോതമ്പ് ദോശയോ ഉണ്ടാക്കും അമ്മ ശനിയാഴ്ച ദിവസങ്ങളിൽ. ഓഹരി അപ്പുവിനും ഏട്ടനും കിട്ടും. 30 തിങ്കളാഴ്ച അമ്മയ്ക്ക് മാത്രം ഒരിക്കലാണ്. മലയാള മാസം ആദ്യത്തെ ആഴ്ചയിലെ ദിവസങ്ങളാണ് 30 ആഴ്ചകൾ എന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാ മുത്തശ്ശി അമ്മ തിങ്കളാഴ്ച നോൽക്കണേ? നിന്റെ അച്ഛനെ കല്യാണം കഴിക്കേണ്ട അടുത്ത ജന്മത്തിലും.
മുത്തശ്ശി എന്താ നോൽക്കാത്തേ? മുത്തശ്ശി പോവുകയില്ലേ മേൽപോട്ട്? അവിടെ മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വരാം യമധർമ്മൻ. അപ്പു വിട്ടിട്ട് വേണ്ടേ യമധർമ്മൻ മുത്തശ്ശിയെ കൊണ്ടുപോവാൻ? യമധർമ്മരാജാവിനെ അപ്പു എങ്ങനെ ഓടിക്കുക? അപ്പുവിൻ്റെ കയ്യിൽ പാവൂട്ടത്തോക്കുണ്ട്. ഒറ്റ വെടിവെക്കും. അപ്പുവിൻ്റെ പറച്ചിലും കേട്ട് മുത്തശ്ശി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു. അധ്യായം 22. ഭരണിയിൽ പഞ്ചസാര കഴിയാറായിട്ടുണ്ട്. പഞ്ചസാരയില്ലാതെ ആർക്കും ചായ കുടിക്കാൻ വയ്യ. ശർക്കര ചായ ഒരാൾക്കും ഇഷ്ടമല്ല. മുണ്ടിക്ക് മാത്രം ശർക്കരയിട്ട് ചായ കൊടുക്കാം. മുണ്ടിക്ക് അതാണത്ര ശീലം. അതിവില കൊടുത്തിട്ടാണെങ്കിലും പഞ്ചസാര വാങ്ങേണ്ടി വരും. കുട്ടൻ്റെ പീടികയിലുണ്ട്. അമ്മയ്ക്ക് ഉറപ്പാണ്. അത്യാവശ്യം വേണ്ടവർക്ക് കൊടുക്കാൻ കുട്ടൻ പഞ്ചസാര കൊണ്ടുവന്ന് വെക്കാതിരിക്കില്ല. സ്കൂളില്ലാത്ത ദിവസം രാവിലെ ഉപ്പുമാവും ചായയും 2 പൂവമ്പഴവും ഓരോ പപ്പടവും കിട്ടി. ഏട്ടൻ അമ്മയുടെ അടുത്ത് ചെന്ന് തല ചൊറിയുന്നു. എന്താടാ? ദാമേട്ടൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ വന്നിട്ട് പഠിച്ചോളാം. ഈ ഒരു പണി ചെയ്യ്. കുട്ടൻ്റെ കടയിൽ പോയിട്ട് ഒരു റാത്ത പഞ്ചസാര വാങ്ങി ഓടിവാ. എന്നിട്ട് തെണ്ടാൻ പൊക്കോ. ഒരോട്ടത്തിന് വരണം. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് ഏട്ടനറിയാം. അമ്മ കൊടുത്ത 5 റുപ്യയുടെ ഒറ്റനോട്ട് ഏട്ടൻ ട്രൗസറിൻ്റെ കീശയിലിട്ടു. അടുക്കളയിലെ അലമാരിയുടെ മുകളിലാണ് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരുന്ന വൃത്തിയുള്ള സഞ്ചി മടക്കി വെച്ചിരിക്കുന്നത്. സഞ്ചി ഏന്തി വലിഞ്ഞെടുത്ത് ഏട്ടൻ പീടിക മുക്കിലേക്ക് ഓടി. കടലാസ് കൊണ്ട് പന്തും എയ്റോപ്ലെയിനും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പു. ഡ്രോയിങ് മാഷ് പഠിപ്പിച്ചു തന്ന വിദ്യകളാണ്. ആകെ അപ്പുവിനറിയാവുന്നത് കടലാസ് തോണി ഉണ്ടാക്കാനാണ്. മാഷ് പന്തും എയ്റോപ്ലെയിനും ഒക്കെ കാണിച്ചു തന്നപ്പോൾ എന്തെളുപ്പമാണെന്ന് തോന്നി. ഇപ്പോഴുണ്ടാക്കി നോക്കുമ്പോഴോ ഒന്നും ശരിയാവുന്നുമില്ല. പോയ വേഗത്തിൽ ഏട്ടൻ മടങ്ങി വന്നു. പഞ്ചസാര കിട്ടിയില്ലെന്ന് തോന്നുന്നു. സഞ്ചി കാലിയാണ്. അപ്പു അപ്പോഴേക്കും പന്തുണ്ടാക്കുന്ന തീവ്ര ശ്രമത്തിലാണ്. വന്ന ഉടനെ ഏട്ടൻ ഒരു ചെറിയ കടലാസ് പൊതി അപ്പുവിന് കൊടുത്തു. ആരും കാണണ്ട. എന്താ അത്? ലോസഞ്ചർ. അപ്പു കടലാസ് പൊതി തുറന്നു നോക്കാൻ നിന്നില്ല. അങ്ങനെ തന്നെ പോക്കറ്റിലിട്ടു. ലോസഞ്ചർ വായിലിടുന്നത് അമ്മ കാണാൻ പാടില്ല. എപ്പോ വാങ്ങി, ആര് വാങ്ങി എന്നൊക്കെ ചോദ്യം വരും. അടുക്കളയിൽ അമ്മയുടെ ബഹളം കേൾക്കുന്നു. ആരോടാണ് അമ്മ ഇങ്ങനെ ഒച്ചയിടുന്നത്? ഒരു തെണ്ടിപ്പട്ടിയുണ്ട്. കണ്ണു തെറ്റിയാൽ അശ്രീകരം അകത്ത് കിടക്കും. വല്ല പാത്രത്തിലും തലയിട്ട് കാണും. അകത്ത് കയറിയില്ലെങ്കിൽ തന്നെ അമ്മ അതിനെ കണ്ടടം എറിഞ്ഞോടിക്കും. വിറകിൻ്റെ കൊള്ളിയാണ് കയ്യിൽ കിട്ടിയതെങ്കിൽ വിറകിൻ്റെ കൊള്ളി കൊണ്ട്. നല്ല ഉന്നമാണ് അമ്മയ്ക്ക്. എന്തായാലും പോയി നോക്കാം. അപ്പു അകത്തേക്ക് ഓടി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാര്യങ്ങൾ നല്ല പന്തിയല്ലെന്ന് തോന്നി അപ്പുവിന്. മുത്തശ്ശി കുത്തി നടക്കുന്ന വണ്ണമുള്ള ചൂരൽവടിയുണ്ട് അമ്മയുടെ കയ്യിൽ. വീതനയ്ക്കടുത്തായിട്ട് ഏട്ടൻ പരിങ്ങി നിൽക്കുന്നു. അമ്മയുടെയും ഏട്ടൻ്റെയും ഇടയ്ക്ക് നിൽക്കുകയാണ് മുത്തശ്ശി ചാതിക്കാരൻ പിടിച്ചുകൊണ്ട്. അമ്മ പറയണ് കേക്കു ദേവു, ആ വടി ഇങ്ങുതാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഇവനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്ഷമിച്ചു കള. ക്ഷമിക്കേ? ഇവനോടോ? അമ്മയ്ക്കറിയോ ഈ കുരുത്തല്ലാത്തവൻ എന്താ ചെയ്തെന്ന്? പഞ്ചസാര മേടിക്കാൻ 5 റുപ്യ കൊടുത്തു വിട്ടതാ. കുട്ടൻ്റെ കടയിൽ പഞ്ചസാര ഇല്ല. വേണ്ട, കാശ് തിരിച്ചു കൊണ്ടുവരണ്ടേ? ശ്രീകുട്ടൻ്റെ കയ്യിൽ നിന്ന് വീണു പോയതാവും. അല്ലമ്മേ, 4 റുപ്യ 4 കൊണ്ടുവന്ന് തന്നു. ബാക്കി 2 എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ തെമ്മാടി പറയുക വീണുപോയിന്ന്. അവൻ നോണ പറയില്ല. 2 വീണുപോയതാവും. അതെങ്ങനെ അമ്മേ 2 മാത്രമായിട്ട് വീണു പോവുക? 5 റുപ്യയുടെ ഒറ്റനോട്ടല്ലേ ഞാൻ കൊടുത്തത്. ഇപ്പോൾ അപ്പുവിന് കാര്യം പിടികിട്ടി. പഞ്ചസാര കിട്ടിയിട്ടുണ്ടാവില്ല. മിഠായി കണ്ടപ്പോൾ കൊതി പിടിച്ചിട്ടുണ്ടാവൂ ഏട്ടന്. 5 റുപ്യ കൊടുത്ത് 2 ലോസഞ്ചർ വാങ്ങി. ബാക്കി പൈസ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പാവം ഏട്ടൻ പകുതി മിഠായി അപ്പുവിന് പൊതിഞ്ഞു കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ആ മിഠായി പൊതിയാണ് പോക്കറ്റിൽ കിടക്കുന്നത്. കാലുകൾക്ക് ചെറിയൊരു വിറയിൽ വരുന്നത് പോലെ അപ്പുവിന് തോന്നി. ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പുവിന് വേണ്ടി കൂടിയാണ് ഏട്ടൻ അമ്മയുടെ തല്ലുകൊള്ളാൻ പോകുന്നത്. എന്താ ശ്രീകുട്ട, ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്തേ വാങ്ങിത്തന്നത്? ലോസഞ്ചർ വാങ്ങാനാച്ചാ മുത്തശ്ശിയോട് ചോദിച്ചാൽ പോരെ കുട്ട. ഏട്ടൻ എന്തോ പറയാൻ വായ തുറക്കുന്നതും അമ്മയുടെ കയ്യിലിരിക്കുന്ന വടി ഏട്ടൻ്റെ കാൽവണ്ണയ്ക്ക് വീഴുന്നത് അപ്പു കണ്ടു. പിന്നീട് തുരുതുരാ അടി വീണു. ഏട്ടൻ്റെ മുതുകത്തും ചന്തിക്കും കയ്യിൻ്റെ തണ്ടയ്ക്കും. മുത്തശ്ശി പിടിച്ചാലുണ്ടോ അമ്മ നിൽക്കുന്നു. അലറി കരയുകയാണ് ഏട്ടൻ. എത്ര അടി കൊണ്ടാലും വായ തുറക്കാത്ത ഏട്ടനാണ്. അത്രയ്ക്ക് വേദനിച്ചിട്ട് തന്നെയാണ് ഏട്ടൻ നിലവിളിക്കുന്നത്. അടുക്കളമുറ്റത്തേക്ക് ചാടി ഏട്ടൻ പടിക്കലേക്ക് ഓടി. പടി കടന്ന് പാടത്തെത്തി. പടിക്കലോളം അപ്പുവും പിന്നാലെ ചെന്നു.
നടുവരമ്പിൽ കൂടി ഏട്ടൻ വടക്കോട്ടോടുന്നത് അപ്പു നോക്കിക്കൊണ്ട് നിന്നു. ട്രൗസറിൻ്റെ കീശയിലുള്ള മിഠായി പൊതിക്ക് വല്ലാത്ത കനം തോന്നിയപ്പോൾ അപ്പു പൊതിയെടുത്ത് കണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കരഞ്ഞുകൊണ്ട് അപ്പു ഉമ്മറത്തേക്കോടി. ഉമ്മറത്തൂണിൽ പിടിച്ചുകൊണ്ട് മുത്തശ്ശി നിൽക്കുന്നു, ഇടിവെട്ടിയ പോലെ. ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അധ്യായം 22 ഇവിടെ അവസാനിക്കുന്നു. നന്ദി.